നമസ്കാരം. പ്രൈം ടൈമിലേക്ക് പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് സ്വാഗതം. വിശദമായ റിപ്പോർട്ടുകളിലേക്ക് നമ്മൾ കടക്കുകയാണ്. ഇന്നത്തെ വാർത്താ ദിനത്തിൽ പുറത്തുവന്ന വളരെ പ്രധാനപ്പെട്ട എല്ലാ വാർത്തകളും ഇനിയുള്ള 1 മണിക്കൂർ സമയം നമ്മൾ പരിശോധിക്കും. ഏറ്റവും ഒടുവിലായി പാലക്കാട് നിന്ന് പുറത്തുവരുന്ന, ഒറ്റപ്പാലത്ത് നിന്ന് പുറത്തുവരുന്ന ഒരു വാർത്തയിലേക്കാണ് നമ്മൾ കടക്കുന്നത്. ഒറ്റപ്പാലത്ത് യുവാവിനെ വെട്ടിക്കൊന്നു. കടമ്പഴിപ്പുറം സ്വദേശി രാംദാസ് ആണ് മരിച്ചത്. സംഭവത്തിൽ അമ്പലപ്പാറ സ്വദേശി ഷൺമുഖനെ പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. ഷൺമുഖന്റെ കണ്ണമംഗലത്തെ വീട്ടിൽ വെച്ചാണ് കൊലപാതകം നടന്നത്. അശ്വിൻ പാലാഴി പാലക്കാട് നിന്ന് വിവരങ്ങളുമായി ചേരുന്നുണ്ട്. അശ്വിൻ, എന്താണ് സംഭവിച്ചത്? ഈ കൊലപാതകത്തിലേക്ക് നയിച്ചത് എന്താണ്? കാരണം എന്താണ്? പോലീസ് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കുന്നതെന്ത്? വിവരങ്ങൾ എങ്ങനെ അശ്വിൻ? റീജിത്ത്, ഇന്ന് വൈകുന്നേരം 6 മണിയോടുകൂടിയാണ് സംഭവം ഉണ്ടാകുന്നത്. ആദ്യം ഇതൊരു അക്രമമായി ഇയാളെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരുന്നു. അല്പസമയം മുമ്പാണ് മരണം സ്ഥിരീകരിച്ചത്. 2 കാലുകൾക്കുമാണ് ആദ്യം വെട്ടേറ്റിരുന്നത്. ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. പാലക്കാട് അമ്പലപ്പാറ സ്വദേശി രാമദാസ് ആണ് മരിച്ചത്. 54 വയസ്സാണ് ഇയാൾക്കുള്ളത്. കേസുമായി ബന്ധപ്പെട്ട് ഒരാളെ കസ്റ്റഡി എടുത്തിട്ടുണ്ട്. ഷൺമുഖനാണ്, കണ്ണമംഗലം സ്വദേശി ഷൺമുഖനാണ് നിലവിൽ കസ്റ്റഡിയിലുള്ളത്. ഈ ഷൺമുഖന്റെ വീട്ടിൽ വെച്ചാണ് ഈ ആക്രമണം ഉണ്ടാകുന്നത്. ഷൺമുഖനും രാംദാസും ബന്ധുക്കളാണ് എന്നുള്ളതാണ് പോലീസിന് ലഭിച്ചിരിക്കുന്ന വിവരം. അതുകൊണ്ട് തന്നെ ഏതെങ്കിലും തരത്തിലുള്ള കുടുംബ പ്രശ്നമാണോ ഈ ഒരു ആക്രമണത്തിലേക്കും ഒരു കൊലപാതകത്തിലേക്കും ഒക്കെ കലാശിച്ചത് എന്നുള്ള അന്വേഷണമാണ് പോലീസ് നിലവിൽ നടത്തുന്നത്. ബന്ധുക്കളെയൊക്കെ വിളിച്ചു വരുത്തിയുള്ള ചോദ്യം ചെയ്യലാണ് നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോഴും ഒരു വ്യക്തത അതുമായി ബന്ധപ്പെട്ട് ലഭിച്ചിട്ടില്ല. എന്താണ് ഈ ആക്രമണത്തിന് പിന്നിൽ ഉണ്ടായത് എന്നുള്ള ഒരു കാര്യത്തെക്കുറിച്ച് മറ്റ് വിവരങ്ങളൊന്നും ലഭിച്ചിട്ടില്ല. ഈ സംഭവം നടക്കുമ്പോൾ രാംദാസും ഷൺമുഖനും മാത്രമാണ് വീട്ടിലുണ്ടായിരുന്നത്. രാമദാസിനെയും ഷൺമുഖന്റെ വീട്ടിലേക്ക് വിളിച്ചു വരുത്തിയ ശേഷമാണ് ഇങ്ങനെ ഒരു ആക്രമണം നടത്തിയത് എന്നുകൂടി പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. എന്തായാലും വിശദമായ അന്വേഷണം പോലീസ് നടത്തുകയാണ്. റീജിത്ത്, രാംദാസിനെ കൊലപ്പെടുത്താനുള്ള കാരണം എന്താണ് എന്നത് സംബന്ധിച്ച് ഇപ്പോഴും അവ്യക്തത നിലനിൽക്കുന്നുണ്ട്. കുടുംബാംഗങ്ങളിൽ നിന്നടക്കം വിവരങ്ങൾ തേടാനുള്ള ശ്രമം പോലീസിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാവുന്നു. അശ്വിൻ പാലാഴി പാലക്കാട്ട് നിന്ന് വിശദാംശങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു. ഡാൻസ് ഓഫ് ലഹരി പരിശോധനയ്ക്കിടെ ഓടി രക്ഷപ്പെട്ട നടൻ ഷൈൻ ടോം ചാക്കോ പോലീസിന് മുന്നിൽ നാളെ ഹാജരാകണം. എറണാകുളം സെൻട്രൽ ACPയുടെ നേതൃത്വത്തിൽ ചോദ്യം ചെയ്യും. നാളെ ഉച്ചയ്ക്ക് 3 മണിക്ക് ഷൈൻ ഹാജരാകണമെന്നാവശ്യപ്പെട്ട് കുടുംബത്തിന് പോലീസ് നോട്ടീസ് നൽകി. ഷൈൻ ഹാജരാകുമെന്നറിയിച്ച പിതാവ് ഇപ്പോൾ നടക്കുന്ന പോലീസ് നടപടി ഓലപ്പാമ്പ് മാത്രമാണെന്ന് പരിഹസിച്ചു. പരിശോധനയ്ക്കിടെ കൊച്ചിയിലെ വേദാന്ത ഹോട്ടലിൽ നിന്ന് നടൻ ഷൈൻ ടോം ചാക്കോ ഓടിക്കളഞ്ഞത് എന്തിനാണെന്നതിലാണ് അന്വേഷണം. ഷൈൻ ടോം ചാക്കോക്കെതിരെ കേസും പരാതിയുമില്ല. എങ്കിലും ലഹരി പരിശോധനയ്ക്കിടെ ഓടിക്കളഞ്ഞ നടന്റെ നീക്കത്തിൽ പോലീസ് ദുരൂഹത സംശയിക്കുന്നുണ്ട്. ഈ പശ്ചാത്തലത്തിലാണ് നോട്ടീസ് നൽകി വിളിച്ചു വരുത്തുന്നത്. നാളെ എന്തായാലും ഹാജരാകും. നോട്ടീസ് കൊടുത്തിട്ടുണ്ട്. അവർ കൈപ്പറ്റിയിട്ടുണ്ട്. നാളെ കൈപ്പറ്റി ആർക്ക് കൊടുത്തു? ഫാദർ ഉണ്ടായിരുന്നു. അവര് ഹാജരാകുമെന്ന് പറഞ്ഞിട്ടുണ്ട്. നാളെ ഉച്ചയ്ക്ക് 3 മണിക്ക് ഷൈൻ ടോം ചാക്കോ ഹാജരാകുമെന്ന് കുടുംബത്തിന്റെ ഉറപ്പ്. അത് സ്റ്റേഷനിൽ അവർക്ക് എന്തോ ചോദ്യങ്ങൾ ചോദിക്കാൻ വേണ്ടിയിട്ട് സ്റ്റേഷനിൽ ഹാജരാകും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നാളെ 3 മണിക്ക് അവൻ അവിടെ പോലീസ് സ്റ്റേഷനിൽ വരും. അത് വേദാന്ത ഹോട്ടലിൽ നിന്ന് ഇറങ്ങി ഓടിപ്പോയതിനെ പറ്റിയിട്ടുള്ള ഒരു നോട്ടീസാണ് തന്നിരിക്കുന്നത്. ചോദിച്ചറിയാൻ പോലീസ് കേസെടുക്കുകയോ ഒന്നും തന്നെ ഷൈൻ ടോം ചാക്കോയുടെ കയ്യിൽ നിന്ന് കണ്ടെടുക്കുകയോ ചെയ്യാത്ത പശ്ചാത്തലത്തിൽ ഹാജരായാലും പ്രശ്നങ്ങളില്ലെന്ന നിയമോപദേശത്തിന്റെ അടിസ്ഥാനത്തിലാണ് തീരുമാനം. നഗരത്തിലെ പ്രധാന ലഹരി വിൽപ്പനക്കാരനെ തേടിയാണ് പോലീസ് ഷൈൻ ടോം ചാക്കോയുടെ ഹോട്ടൽ മുറിയിൽ പരിശോധനയ്ക്കെത്തിയത്. നമ്മൾ വേറൊരു ഡ്രഗ് ഡീലറെ അന്വേഷിച്ച് പോയതാണ്. അപ്പോൾ ഹോട്ടലിൽ പരിശോധന നടത്തിയപ്പോൾ ഈ ഷൈൻ ടോം ചാക്കോ മുറിയെടുത്തായിട്ട് മനസ്സിലായി. അപ്പോൾ ഇയാളവിടെ ഉണ്ടാവുന്ന സംശയത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് മുറി വെച്ചത്. മുട്ടിക്കഴിഞ്ഞപ്പോൾ കൂടെ ഉണ്ടായ ഒരാൾ മുറി തുറന്നു. ഇയാൾ അവിടെ നിന്ന് ചാടിപ്പോയി. നിലവിൽ ഷൈൻ തമിഴ്നാട്ടിലാണുള്ളത്. നടന്റെ മുറിയിൽ ഉണ്ടായിരുന്ന സുഹൃത്തുക്കളുടെ മൊഴി രേഖപ്പെടുത്തിയിട്ടുണ്ട്. എന്നാൽ തെളിവുകൾ ലഭിക്കാത്ത സാഹചര്യത്തിൽ ഷൈനെതിരെ പോലീസ് കേസെടുക്കില്ല. എക്സൈസും ഷൈനെതിരെ പ്രാഥമിക അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. അഭിമുഖങ്ങളിൽ വന്നിരുന്ന അഴകുഴമ്പൻ സംസാരം നടത്തുന്ന ഷൈൻ ടോം ചാക്കോയുടെ സ്ഥിരം നമ്പറൊന്നും പോലീസിന് മുൻപിൽ വിലപ്പോകില്ല. എന്തിനാണ് ഓടിയതെന്നും ആരെ കാണാൻ വേണ്ടിയാണ് ഓടിയതെന്നും ലഹരി കയ്യിലുണ്ടായിരുന്നോ എന്നുള്ള കാര്യങ്ങളൊക്കെ പോലീസിന് മുൻപിൽ ഷൈൻ വിശദീകരിക്കേണ്ടി വരും. കൊച്ചിയിൽ നിന്ന് വിഷ്ണു സുരേഷ്, 24. ഷൈൻ ടോം ചാക്കോക്കെതിരെ നടപടി ഘടിപ്പിക്കാനൊരുങ്ങുകയാണ് സിനിമാ സംഘടനകൾ. നടി വിൻസി അലൂഷ്യസ് നൽകിയ പരാതിയിൽ തിങ്കളാഴ്ച നടനെതിരെ ഫിലിം ചേംബർ നടപടി സ്വീകരിക്കും. സിനിമാ സംഘടനകളുടെ അന്വേഷണത്തോട് പൂർണ്ണമായും സഹകരിക്കുമെന്ന് ഷൈൻ ടോം ചാക്കോയുടെ പിതാവ് 24നോട് പറഞ്ഞു. നടി വിൻസി അലോഷ്യസ് ഷൈൻ ടോം ചാക്കോക്കെതിരെ നടത്തിയ വെളിപ്പെടുത്തൽ അതീവ ഗൗരവത്തോടെയാണ് സിനിമാ സംഘടനകൾ നോക്കിക്കാണുന്നത്. നടനെതിരെ ഫിലിം ചേംബർ ഉടൻ നടപടി സ്വീകരിക്കും. താരസംഘടനയായ അമ്മയിൽ നിന്ന് നടനെ സസ്പെൻഡ് ചെയ്യാനും നീക്കം നടക്കുന്നുണ്ട്. ഷൈൻ ടോം ചാക്കോയുടെ വിശദീകരണം കൂടി കേട്ട ശേഷമാകും അമ്മ നടപടി സ്വീകരിക്കുക. സൂത്രവാക്യം സിനിമയുടെ ഇന്റേണൽ കമ്മിറ്റിക്ക് മുൻപിൽ ഷൈൻ തിങ്കളാഴ്ച ഹാജരാകുമെന്ന് പിതാവ് ചാക്കോ അറിയിച്ചു. നോട്ടീസിൽ പറഞ്ഞിട്ടുള്ളത് വിൻസിയുടെ പരാതിയുടെ അടിസ്ഥാനത്തിൽ
കാര്യങ്ങൾ ചോദിച്ചു പറയാൻ വേണ്ടി ഷൈനോട് ഹാജരാവാൻ പറഞ്ഞിട്ടുണ്ട് തിങ്കളാഴ്ച. അപ്പൊ ഷൈൻ ഹാജരാവും. വേറെ പ്രശ്നമൊന്നുമില്ല. ചേംബറിന്റെ നോട്ടീസല്ല, IC കമ്മിറ്റിയുടെ നോട്ടീസാണ് കിട്ടിയിരിക്കുന്നത്. അതിനെന്തായാലും ഹാജരാവും. ഷൈൻ ടോം ചാക്കോക്കെതിരായ നടിയുടെ വെളിപ്പെടുത്തലിന്റെ പശ്ചാത്തലത്തിൽ സിനിമാ മേഖലയിൽ പരിശോധനകൾ ശക്തമാക്കാൻ എക്സൈസ് തീരുമാനിച്ചിട്ടുണ്ടെന്ന് മന്ത്രി MB രാജേഷ്. ഉയർന്നു വന്ന എല്ലാ പ്രശ്നങ്ങളിലും എല്ലാ വിവരങ്ങളിലും വന്ന ഇൻഫർമേഷൻസ് എല്ലാം വെച്ച് എക്സൈസിന്റെ പരിശോധനയും വിവരം തേടലും നടത്തും. സിനിമാ സെറ്റിൽ ലഹരി ഉപയോഗം നടക്കുന്നു എന്ന് ക്രെഡിബിൾ ആയിട്ട് വിവരം കിട്ടിയാൽ ആ വിവരം അയ്യോ സിനിമാ സെറ്റല്ലേ, സിനിമാ സെറ്റിന് പ്രത്യേകിച്ച് പവിത്രതയൊന്നുമില്ലല്ലോ. നിലവിലുള്ള സിനിമകൾ പൂർത്തിയാക്കാൻ ഷൈനെ അനുവദിക്കുമെങ്കിലും നടനുമായി പുതിയ കരാറിൽ ഏർപ്പെടരുതെന്ന് നിർമ്മാതാക്കൾക്ക് നിർദ്ദേശം നൽകാനാണ് സിനിമാ സംഘടനകളുടെ നീക്കം. 24 കൊച്ചി. കൊക്കൈൻ കേസിൽ ഷൈൻ ടോം ചാക്കോ അടക്കമുള്ളവരെ വെറുതെ വിട്ട വിചാരണ കോടതി നടപടിക്കെതിരെ അപ്പീൽ നൽകാനൊരുങ്ങി പ്രോസിക്യൂഷൻ. ഹൈക്കോടതിയിലാണ് അപ്പീൽ നൽകുക. പ്രതികൾക്കെതിരെ സംശയാതീതമായി കുറ്റം തെളിയിക്കുന്നതിൽ പ്രോസിക്യൂഷന് വീഴ്ച സംഭവിച്ചുവെന്ന് ഉത്തരവിൽ വിചാരണ കോടതി നേരത്തെ ചൂണ്ടിക്കാട്ടിയിരുന്നു. ഇക്കഴിഞ്ഞ ഫെബ്രുവരിയിലാണ് ഷൈൻ ടോം ചാക്കോ ഉൾപ്പെടെയുള്ള പ്രതികളെ വിചാരണ കോടതി വെറുതെ വിട്ടത്. എന്നാൽ കഴിഞ്ഞ ദിവസം പുറത്തിറങ്ങിയ ഉത്തരവിന്റെ പകർപ്പിൽ പ്രോസിക്യൂഷന് രൂക്ഷമായ വിമർശനമാണുള്ളത്. പ്രതികൾക്കെതിരെ സംശയാതീതമായ കുറ്റം തെളിയിക്കുന്നതിൽ പ്രോസിക്യൂഷന് വീഴ്ച പറ്റിയതായി കോടതി ചൂണ്ടിക്കാട്ടുന്നുണ്ട്. ഇതിനൊപ്പം പുതിയ സംഭവവികാസങ്ങളുടെ കൂടി പശ്ചാത്തലത്തിലാണ് കേസിൽ അപ്പീൽ നൽകാൻ പ്രോസിക്യൂഷൻ തീരുമാനിച്ചത്. കൊക്കൈൻ കേസിലെ അന്വേഷണം നടപടിക്രമങ്ങൾ പാലിച്ച് പൂർത്തിയാക്കുന്നതിൽ പോലീസിന് വീഴ്ച പറ്റിയെന്നും വിചാരണ കോടതി ഉത്തരവിൽ വ്യക്തമാക്കുന്നുണ്ട്. ഷൈൻ ടോം ചാക്കോ ഉൾപ്പെടെയുള്ള 5 പ്രതികൾ കൊക്കൈൻ ഉപയോഗിച്ചോ എന്ന് പോലീസ് പരിശോധിച്ചില്ല. ഒന്നാം പ്രതി രേഷ്മയുടെ പോക്കറ്റിൽ നിന്ന് കൊക്കൈൻ കണ്ടെത്തിയിട്ടില്ലെന്ന് വനിതാ പോലീസ് ഉദ്യോഗസ്ഥ വിചാരണഘട്ടത്തിൽ പറഞ്ഞു. രഹസ്യവിവരം ലഭിച്ചുവെന്ന പ്രോസിക്യൂഷന്റെ വാദം പോലീസ് പെട്രോളിംഗ് സംഘം കോടതിയിൽ തള്ളിപ്പറഞ്ഞു. ഷൈൻ ടോം ചാക്കോ ഉണ്ടായിരുന്ന ഫ്ളാറ്റ് തുറന്നതാരാണെന്നും ആദ്യം അകത്തേക്ക് കടന്നതാരാണെന്നും പോലീസ് ഉദ്യോഗസ്ഥന് ഓർമ്മയില്ലെന്നുമാണ് വീഴ്ചകൾ എണ്ണിപ്പറഞ്ഞ് വിധിയിൽ വിചാരണ കോടതി വ്യക്തമാക്കിയിട്ടുള്ളത്. 24 കൊച്ചി. കോഴിക്കോട് ഇൻസ്റ്റാഗ്രാം റീൽ ചിത്രീകരണത്തെ ചൊല്ലിയുള്ള തർക്കത്തിൽ വിദ്യാർത്ഥിക്ക് പരിക്കേറ്റു. കുറ്റ്യാടി ഐഡിയൽ കോളേജിലെ സയൻ ബഷീറിനാണ് മർദ്ദനമേറ്റത്. പെൺകുട്ടിക്കൊപ്പമുള്ള റീൽ ചിത്രീകരണത്തെ ആൺ സുഹൃത്ത് ചോദ്യം ചെയ്തിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട തർക്കമാണ് മർദ്ദനത്തിന് കാരണമെന്ന് പരിക്കേറ്റ സയൻ ബഷീർ പറഞ്ഞു. സമീർ C. മുഹമ്മദ് വിവരങ്ങളുമായി കോഴിക്കോട്ട് നിന്ന് ചേരുന്നുണ്ട്. സമീർ, എന്താണ് ഈ സംഭവം? ഈ മർദ്ദനമേറ്റ വിദ്യാർത്ഥി പറയുന്നത് എന്താണ്? ഇങ്ങനൊരു തർക്കത്തിലേക്ക് മർദ്ദനത്തിലേക്കൊക്കെ പോയ പശ്ചാത്തലം എന്താണ്? പോലീസ് വിശദീകരിക്കുന്നതെന്ന് സമീർ. ശ്രീജിത്ത്, കുറ്റ്യാടി ഐഡിയൽ കോളേജിലെ വിദ്യാർത്ഥികൾ തമ്മിലാണ് ഈ കയ്യേറ്റം ഉണ്ടായിരിക്കുന്നത്. കഴിഞ്ഞ ദിവസമാണ് ഇതുമായി ബന്ധപ്പെട്ട് ഒരു വിഷയം ഉണ്ടായത്. അതായത് ഇപ്പോൾ പരിക്കേറ്റ് ചികിത്സയിൽ കഴിയുന്ന വിദ്യാർത്ഥി സുഹൃത്തുമൊത്ത് ഒരു റീൽസ് ചെയ്യുന്നു. അത് ഇൻസ്റ്റഗ്രാമിൽ പങ്കുവെക്കുകയും ചെയ്തു. അതുമായി ബന്ധപ്പെട്ട് പിന്നീട് ഇപ്പോൾ പരിക്കേറ്റിട്ടുള്ള സയൻ ബഷീറുമായി ഒരു വാക്കേറ്റം ഉണ്ടായിരുന്നു. ഒപ്പം തന്നെ ഈ റീൽസ് മാറ്റണം എന്നുള്ള ആവശ്യവും ഈ പെൺകുട്ടിയുടെ ആൺ സുഹൃത്ത് മുന്നോട്ട് വെച്ചു. അതിൻ്റെ അടിസ്ഥാനത്തിലും ഒപ്പം തന്നെ ഈ പെൺകുട്ടിയും ആവശ്യപ്പെട്ടതിനെ തുടർന്ന് സയൻ ബഷീർ ഈ ചിത്രങ്ങളെല്ലാം തന്നെ നീക്കം ചെയ്തിരുന്നു. ആ റീൽസ് എല്ലാം തന്നെ ഡിലീറ്റ് ചെയ്തിരുന്നു. ഇതിന് പിറകെയാണ് പിന്നീട് ഈ ക്യാൻറ്റീൻ്റെ ഭാഗത്ത് വെച്ചുകൊണ്ട് ക്രൂരമായ മർദ്ദനം ഉണ്ടായിരിക്കുന്നത്. ഇപ്പോൾ സയൻ ബഷീറിന് മുഖത്തും അതുപോലെ തന്നെ പല്ല്, ചുണ്ടിൻ്റെ ഭാഗങ്ങളിലൊക്കെ തന്നെ പരിക്കേറ്റിട്ടുണ്ട്. ആദ്യം കുറ്റ്യാടി താലൂക്ക് ആശുപത്രിയിലും പിന്നീട് ഇപ്പോൾ കോഴിക്കോട് മെഡിക്കൽ കോളേജിലുമായിക്കൊണ്ട് ഈ കുട്ടിയെ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. കുട്ടി ചികിത്സയിൽ കഴിയുകയാണ്. ഈ വിദ്യാർത്ഥിയുടെ പരാതിയുമായി ബന്ധപ്പെട്ട് പിന്നീട് പോലീസ് നടപടി ആരംഭിച്ചിട്ടുണ്ട്. ജാസിം എന്നുള്ള സഹപാഠിക്കെതിരെയാണ് ഇപ്പോൾ പോലീസ് കേസെടുത്തിരിക്കുന്നത്. ശക്തമായിട്ടുള്ള നടപടി ഉണ്ടാകും എന്ന കാര്യമാണ് പോലീസിൽ നിന്നും വ്യക്തമാവുന്നത്. ഒപ്പം തന്നെ ഇതുമായി ബന്ധപ്പെട്ട് കോളേജ് തലത്തിലും ഉള്ള അന്വേഷണം ഉണ്ട്. അധ്യാപകരുടെ ഭാഗത്തുനിന്ന് ഇതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളും പരിശോധിക്കും. തുടർന്ന് കോളേജിൻ്റെ ഭാഗത്തുനിന്നുള്ള നടപടി കൂടി ഉണ്ടാകും എന്ന കാര്യമാണ് കോളേജ് അധികൃതരും അറിയിക്കുന്നത്. സമീർ C. മുഹമ്മദ് കോഴിക്കോട്ട് നിന്ന് വിശദാംശങ്ങൾ നൽകുകയായിരുന്നു. മുനമ്പം ജനത നിയമപോരാട്ടം തുടരണമെന്ന കേന്ദ്ര ന്യൂനപക്ഷകാര്യമന്ത്രി കിരൺ റിജിജുവിന്റെ പ്രതികരണത്തിന് പിന്നാലെ ക്രൈസ്തവ സഭയിൽ ചുവടുമാറ്റം. പ്രശ്നപരിഹാരം സർക്കാർ മനഃപൂർവ്വം വൈകിപ്പിക്കുന്നുവെന്ന് കരുതുന്നില്ല എന്ന് കോഴിക്കോട് ലത്തീൻ അതിരൂപത ആർച്ച് ബിഷപ്പ് ഡോക്ടർ വർഗീസ് ചക്കാലക്കൽ പറഞ്ഞു. ക്രൈസ്തവ ന്യൂനപക്ഷങ്ങൾക്കെതിരെയുള്ള അതിക്രമങ്ങളിൽ BJPയെ വിമർശിച്ച് തലശ്ശേരി അതിരൂപത ആർച്ച് ബിഷപ്പ് ജോസഫ് പാംബ്ലാനിയും രംഗത്തെത്തി. ഇതിനിടെ വഖഫ് നിയമ ഭേദഗതിയെ പിന്തുണച്ച് കാസ സുപ്രീം കോടതിയെ സമീപിച്ചു. വഖഫ് ഭേദഗതി ബിൽ പാസാക്കാൻ കേരളത്തിൽ നിന്നുള്ള പ്രതിനിധികൾ പാർലമെന്റിൽ വോട്ട് ചെയ്യണമെന്ന് കത്തോലിക്ക മെത്രാൻ സമിതി ആഹ്വാനം ചെയ്തിരുന്നു. നിയമ ഭേദഗതി മുനമ്പം ജനതയെ സഹായിക്കുമെന്ന പ്രതീക്ഷയായിരുന്നു സഭകൾക്കും. എന്നാൽ ബിൽ പാസാക്കിയ ശേഷം കേന്ദ്ര ന്യൂനപക്ഷ മന്ത്രി കിരൺ റിജിജുവിന്റെ പ്രതികരണം സഭയ്ക്കുള്ളിൽ ആശയക്കുഴപ്പമുണ്ടാക്കി. ഈ സാഹചര്യത്തിലാണ് കോഴിക്കോട് ലത്തീൻ അതിരൂപത ആർച്ച് ബിഷപ്പ് ഡോക്ടർ വർഗീസ് ചക്കാലക്കലിന്റെ പ്രതികരണം. ഇത്രയും വലിയൊരു പ്രശ്നം പരിഹരിക്കപ്പെടാനല്ല ഓരോ ഗവൺമെൻറ്റും ആഗ്രഹിക്കുക. കാരണം അത് പരിഹരിക്കുന്ന ഒരു ഗവൺമെൻറ്റിന് ഒരു മൈലേജ് കൂടെയല്ലേ. അപ്പോൾ മനഃപൂർവ്വം ഇത് മാറ്റിവെച്ച്
അത് തടസ്സപ്പെടുത്തുകയാണെന്നൊന്നും ഞാൻ ചിന്തിക്കുന്നില്ല. ഔട്ട് ഓഫ് കോർട്ട് സെറ്റിൽമെൻറ്റ് വന്നാലും കോർട്ട് ഇടപെട്ടത് കാരണം കോർട്ടിൻ്റെ വിധിയായിരിക്കും അന്തിമ വിധി. ജബൽപൂരിലും മണിപ്പൂരിലും ഉൾപ്പെടെ ക്രൈസ്തവ ന്യൂനപക്ഷങ്ങൾക്ക് നേരെയുണ്ടായ അതിക്രമത്തിൽ BJP വിമർശിച്ച് സിറോ മലബാർ തലശ്ശേരി അതിരൂപത ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പാംപ്ലാനി. ഡൽഹിയിൽ കുരിശിന്റെ വഴിക്ക് അനുമതി നിഷേധിച്ച നടപടിക്കും വിമർശനം. എത്രയോ മിഷണറിമാര് സുവിശേഷത്തെ പ്രതി ക്രിസ്ത്യാനിയായതിന്റെ പേരിൽ പീഡ അനുഭവിക്കുന്നത് നാം കാണുന്നുണ്ട്. ക്രൈസ്തവ മേലധ്യക്ഷന്മാർ ദുഃഖവെള്ളി സന്ദേശത്തിൽ മുനമ്പം പരാമർശിച്ചെങ്കിലും കടുത്ത നിലപാടിലേക്ക് കടന്നില്ല. എന്നാൽ വഖഫ് നിയമ ഭേദഗതിയെ പിന്തുണച്ച് കാസ സുപ്രീം കോടതിയെ സമീപിച്ചു. വഖഫ് ഭേദഗതി നിയമം മുനമ്പം നിവാസികളെ സംബന്ധിച്ചിടത്തോളം നിർണായകമെന്ന് ക്രിസ്ത്യൻ അലയൻസ് ആൻഡ് അസോസിയേഷൻ ഫോർ സോഷ്യൽ ആക്ഷൻ. മുനമ്പം വിഷയത്തിൽ ആർച്ച് ബിഷപ്പ് ഡോക്ടർ വർഗീസ് ചക്കാലക്കലിന്റെ നിലപാടിനെ CPIM സ്വാഗതം ചെയ്തു. 24 തിരുവനന്തപുരം. പശ്ചിമബംഗാൾ ഗവർണർ CV ആനന്ദബോസ് മുർഷിദാബാദിലെ സംഘർഷബാധിത മേഖല സന്ദർശിച്ചു. വിഷയം രാഷ്ട്രീയവൽക്കരിക്കാൻ BJPക്ക് അവസരം നൽകുകയാണ് ഗവർണറെന്ന് തൃണമൂൽ കോൺഗ്രസ് കുറ്റപ്പെടുത്തി. ദേശീയ വനിതാ കമ്മീഷൻ സംഘം കലാപബാധിതരിൽ നിന്നും മൊഴിയെടുത്തു. ന്യൂനപക്ഷ മുസ്ലിം ജനതയെ ഇന്ത്യ സംരക്ഷിക്കണമെന്ന ബംഗ്ലാദേശിന്റെ പരാമർശം ഇന്ത്യ തള്ളി. പശ്ചിമബംഗാളിലെ കലാപബാധിത മേഖലകളിലെ സ്ഥിതിഗതികൾ നേരിട്ട് വിലയിരുത്താനാണ് ഗവർണർ CV ആനന്ദബോസിന്റെ സന്ദർശനം. കൊൽക്കത്തയിൽ നിന്നും ട്രെയിൻ വഴി മാൾഡയിലെത്തിയ ഗവർണർ കലാപത്തിന്റെ ഇരകളുമായി സംസാരിച്ചു. സാഹചര്യങ്ങൾ സംബന്ധിച്ച് വിശദമായ റിപ്പോർട്ട് കേന്ദ്രത്തിന് സമർപ്പിക്കുമെന്ന് ഗവർണർ. This kind of cult of violence can never be tolerated at all. We should have a concerted effort at this. All stakeholders have to come together. After visiting the field and sharing the feelings of the people there, the sufferers, the victims, I will certainly have a plan of action to take it in a mission mode, that is to fight against violence at any cost. കോടതി വിലക്കിയിട്ടും തന്റെ പദവി ദുരുപയോഗം ചെയ്താണ് ഗവർണറുടെ സന്ദർശനമെന്നും വിഷയം രാഷ്ട്രീയവൽക്കരിക്കാൻ BJPക്ക് അവസരം നൽകുകയാണ് ഗവർണറെന്നും തൃണമൂൽ കോൺഗ്രസ് വിമർശിച്ചു. ദേശീയ വനിതാ കമ്മീഷൻ അധ്യക്ഷ വിജയ് രഹത്തക്കറിന്റെ നേതൃത്വത്തിലുള്ള സംഘവും കലാപബാധിതരിൽ നിന്നും മൊഴിയെടുത്തു. കലാപത്തെക്കുറിച്ച് അന്വേഷിക്കാൻ കൽക്കട്ട ഹൈക്കോടതി 3-അംഗ സമിതി രൂപീകരിച്ചു. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ, സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ, സംസ്ഥാന ലീഗൽ സർവീസ് അതോറിറ്റി എന്നിവയിലെ പ്രതിനിധികൾ ഉൾപ്പെട്ടതാണ് സമിതി. സ്ഥിതിഗതികൾ ശാന്തമാകും വരെ കേന്ദ്രസേനാ വിന്യാസം തുടരണമെന്നും ഹൈക്കോടതി നിർദ്ദേശിച്ചു. ന്യൂനപക്ഷ മുസ്ലിം ജനതയെ ഇന്ത്യ സംരക്ഷിക്കണമെന്ന ബംഗ്ലാദേശ് സർക്കാർ വക്താവ് ഷെഫീഖുൽ ആലം നടത്തിയ പരാമർശം ഇന്ത്യ തള്ളി. സ്വന്തം രാജ്യത്തെ ന്യൂനപക്ഷങ്ങളുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിൽ ബംഗ്ലാദേശ് ശ്രദ്ധിക്കണമെന്ന് വിദേശകാര്യ മന്ത്രാലയ വക്താവ് രൺധീർ ജയ്സ്വാൾ പ്രതികരിച്ചു. 24 ഡൽഹി. നടൻ ഷൈൻ ടോം ചാക്കോ സമൂഹത്തിന് നൽകുന്നത് നല്ല സന്ദേശമല്ലെന്ന് A. റഹീം MP. സെലിബ്രിറ്റി സ്റ്റാറ്റസ് ഉള്ളയാൾ എന്ന നിലയിൽ ഉത്തരവാദിത്വത്തോടെ പെരുമാറേണ്ടതുണ്ട്. ലഹരിക്കെതിരെയുള്ള വലിയ പോരാട്ടം സംസ്ഥാനത്ത് ശക്തിപ്പെട്ടുകൊണ്ടിരിക്കുന്നു. മുഖ്യമന്ത്രി തന്നെ ഈ പോരാട്ടത്തിന് നേതൃത്വം നൽകുന്നു. സിനിമയിൽ പ്രവർത്തിക്കുന്നവർക്ക് അതിൻ്റെതായ ഉത്തരവാദിത്വമുണ്ടെന്നും A. റഹീം MP 24നോട് പറഞ്ഞു. ഇതൊന്നും സമൂഹത്തിന് കൊടുക്കുന്നത് ഒരു നല്ല സന്ദേശമല്ല. പ്രത്യേകിച്ചും സിനിമയിലെ ഒരു ഇൻഫ്ലുവൻസർ എന്ന നിലയിൽ, സിനിമയിലെ ഒരു സെലിബ്രിറ്റി സ്റ്റാറ്റസ് ഉള്ള ഒരാളെന്നുള്ള നിലയിൽ കുറെ കൂടി റെസ്പോൺസിബിളായി പെരുമാറാൻ എല്ലാ നടന്മാർക്കും മിനിമം ബാധ്യതയുണ്ട്. ഏറ്റവും പ്രത്യേകിച്ചും ലഹരിക്കെതിരായിട്ടുള്ളൊരു വലിയ പോരാട്ടം നമ്മുടെ സംസ്ഥാനത്ത് ശക്തിപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു സന്ദർഭത്തിൽ മുഖ്യമന്ത്രി തന്നെ നേതൃത്വം കൊടുക്കുന്ന രാഷ്ട്രീയത്തിനതീതമായി എല്ലാവരും കൈകോർത്ത് നിൽക്കുന്ന ഒരു വലിയ മൂവ്മെന്റ് കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് ഈ സോഷ്യൽ എവിളിനെതിരെ. അപ്പോൾ അത്തരം സന്ദർഭത്തിൽ ഏറെ ജനസ്വാധീനമുണ്ടാക്കാൻ കഴിയുന്ന ഒരു കല എന്നുള്ള നിലയിൽ സിനിമയിൽ പ്രവർത്തിക്കുന്നവർക്ക് അതിൻ്റെതായ റെസ്പോൺസിബിലിറ്റി ഉണ്ട്. തിരുവനന്തപുരം മുതലപ്പുഴയിൽ പൊഴിമുറിക്കുന്നതിൽ തിടുക്കം വേണ്ട എന്ന് സർക്കാർ. പ്രതിഷേധക്കാരെ അനുനയിപ്പിച്ച ശേഷം മാത്രം തുടർ നടപടി മതി എന്നാണ് സർക്കാരിന്റെ തീരുമാനം. അതിനിടെ അഞ്ചുതെങ്ങ് പ്രദേശത്തെ വീടുകളിലേക്കുള്ള വഴികളിൽ വെള്ളം കയറി. മുതലപ്പുഴയിൽ അഴിമുഖം മണൽ മൂടിയ പ്രതിസന്ധിയിൽ കരുതലോടെ ഇടപെടാൻ സർക്കാർ തീരുമാനം. പൊഴിമുറിക്കുന്നതിന് മുൻപ് സമരക്കാരുമായി വീണ്ടും ചർച്ച നടത്തും. പ്രദേശവാസികളെ വിശ്വാസത്തിലെടുത്ത ശേഷം മാത്രം തുടർ നടപടി കൈക്കൊള്ളും. സംഘർഷ സാധ്യത കൂടി പരിഗണിച്ചാണ് സർക്കാരിൻ്റെ പിന്നോട്ടുപോക്ക്. പൊഴിമുറിക്കുന്നത് എന്തിനെന്ന് മത്സ്യത്തൊഴിലാളികളോട് വിശദീകരിക്കും. വള്ളങ്ങൾ കടന്നുപോകും വിധം പൊഴിമുറിക്കാമെന്ന് ഫിഷറീസ് വകുപ്പ് ഉറപ്പ് നൽകി. പോലീസ് ഇടപെടൽ സ്ഥിതി വഷളാക്കുമെന്നാണ് വിലയിരുത്തൽ. പൊഴിമുറിച്ചില്ലെങ്കിൽ സമീപത്തെ 5 പഞ്ചായത്തുകളിൽ വെള്ളം കയറാനുള്ള സാധ്യതയുണ്ട്. ഇതിന്റെ പരിഹാരമാർഗവും സർക്കാർ ആലോചിക്കുന്നുണ്ട്. ഇതിനിടെ അഞ്ചുതെങ്ങ് കെട്ടുപുര പ്രദേശത്ത് പുരയിടങ്ങളിലും വീടുകളിലേക്കുള്ള വഴികളിലും വെള്ളം കയറി. ഇന്നലെ പെയ്ത മഴയിലായിരുന്നു വെള്ളം കയറിയത്. എത്രയും വേഗം പുതിയ ഡ്രഡ്ജർ കൂടി എത്തിച്ച പ്രശ്നം പരിഹരിക്കാനാണ് സർക്കാർ നീക്കം. 24 തിരുവനന്തപുരം. റാങ്ക് ലിസ്റ്റിന്റെ കാലാവധി നാളെ അവസാനിക്കാനിരിക്കെ സമരരംഗത്തുള്ള 3 വനിതാ CPO ഉദ്യോഗാർത്ഥികൾ ഉൾപ്പെടെ 45 പേർക്ക് നിയമന ശുപാർശ.
വിവിധ വിഭാഗങ്ങളിലായി 45 ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്തതോടെയാണ് നിയമന ശുപാർശ നൽകിയത്. അതേസമയം അർഹതപ്പെട്ടവർക്ക് നിയമനം നൽകിയെന്ന മുഖ്യമന്ത്രിയുടെ പരാമർശത്തിനെതിരെ ഉദ്യോഗാർത്ഥികൾ പ്രതിഷേധിച്ചു. സെക്രട്ടേറിയറ്റിന് മുന്നിൽ സമരം ചെയ്യുന്ന 45 പേർക്കാണ് അഡ്വൈസ് മെമ്മോ ലഭിച്ചത്. പുതിയതായി രൂപീകരിച്ച പോക്സോ വിങ്ങിലും പോലീസ് അക്കാദമിയിലും വന്ന ഒഴിവുകളാണ് റിപ്പോർട്ട് ചെയ്തത്. അതേസമയം നിയമന ശുപാർശ കിട്ടാത്തവർ സെക്രട്ടേറിയറ്റിന് മുന്നിൽ സമരം തുടരുകയാണ്. പ്രതീകാത്മക ബാലറ്റ് പെട്ടിയിൽ വോട്ട് ചെയ്താണ് ഇന്നത്തെ പ്രതിഷേധം. ഞങ്ങളുടെ കൂട്ടത്തിലാകെ 3 പേർക്ക് മാത്രമേ അഡ്വൈസ് മെമ്മോ ലഭിച്ചിട്ടുള്ളൂ. സമരം ചെയ്തവരിൽ 3 പേർ മാത്രമേ ഉള്ളൂ. ഗവൺമെൻറ് അനുകൂലമായ ഒരു നടപടി എടുക്കുമായിരിക്കും. കാരണം അവർക്ക് സത്യമൊക്കെ അറിയാമല്ലോ. നമ്മളുടെ വേദന അവർ കണ്ടുകൊണ്ടിരിക്കുകയാണല്ലോ. ഒരു ക്യാബിനറ്റിൽ തീരുന്നതല്ലല്ലോ ഈ ഇങ്ങനെയുള്ള തീരുമാനങ്ങളൊന്നും. കഴിഞ്ഞ 17 ദിവസമായി സെക്രട്ടേറിയറ്റിന് മുന്നിൽ വിവിധ സമരമുറകളുമായി പ്രതിഷേധത്തിലാണ് വനിതാ CPO റാങ്ക് ഹോൾഡേഴ്സ്. നാളെയാണ് 967 പേർ ഉൾപ്പെട്ട റാങ്ക് ലിസ്റ്റിന്റെ കാലാവധി അവസാനിക്കുക. ഒരു ദിവസം മാത്രം ബാക്കി നിൽക്കെ ഉദ്യോഗാർത്ഥികളുടെ പ്രതീക്ഷ അവസാനിച്ചു. കോൺഗ്രസ് നേതാക്കളായ രമേശ് ചെന്നിത്തലയും VM സുധീരനും സമരക്കാരെ സന്ദർശിച്ചു. 24 തിരുവനന്തപുരം. നേരത്തെ ഞാൻ സൂചിപ്പിച്ച വാർത്തയുടെ വിശദാംശങ്ങളിലേക്കാണ് ഇനി കടക്കുന്നത്. തമിഴ്നാട് ചിറ്റാർ അണക്കെട്ടിൽ മലയാളി യുവാവ് മുങ്ങിമരിച്ചു. തിരുവനന്തപുരം മലയൻകീഴ് സ്വദേശി അഭിനേഷാണ് മരിച്ചത്. അണക്കെട്ടിൽ കുളിക്കുന്നതിനിടയിലാണ് അപകടമുണ്ടായത്. മേഘ്ന മുരളി വിവരങ്ങളുമായി ചേരുന്നുണ്ട് തിരുവനന്തപുരത്ത് നിന്ന്. മേഘ്ന, വിവരങ്ങൾ. മേഘ്ന. തിരുവനന്തപുരത്ത് നിന്ന് അവധി ദിവസം ആഘോഷിക്കുന്നതിനായി തമിഴ്നാട്ടിലെ ചിറ്റാർ ഡാം സന്ദർശിക്കാൻ പോയ സംഘത്തിലെ ഒരാളാണ് ഇപ്പോൾ മുങ്ങി മരിച്ചിരിക്കുന്നത്. മലയൻകീഴ് സ്വദേശി അഭിനേഷ്, 27 വയസ്സുള്ള അഭിനേഷാണ് മരിച്ചത്. അതിൽ പ്രധാനമായും ഇപ്പോൾ അഗ്നിരക്ഷാ സേനയടക്കം പറയുന്നത് ഇവർ ഈ ഒരു ചിറ്റാർ ഡാം പരിസരത്ത് ഭക്ഷണം പാകം ചെയ്ത് കഴിക്കുകയും അതിനുശേഷം ഇതിന്റെ ഒരു അപകടകരമായിട്ടുള്ള അവസ്ഥയും ആഴവും മനസ്സിലാക്കാതെ ഈ ഡാമിലേക്ക് കുളിക്കാൻ ഇറങ്ങുകയും ചെയ്തു എന്നുള്ളതാണ്. അങ്ങനെയാണ് അപകടത്തിൽപ്പെടുന്നത്. പക്ഷേ അതിൽ ഈ 6 അംഗ സംഘത്തിൽ 5 പേരും രക്ഷപ്പെട്ടു. പക്ഷേ മണിക്കൂറുകൾ നീണ്ട തിരച്ചിലിനൊടുവിലാണ് അഭിനേഷിനെ കണ്ടെത്താൻ കഴിഞ്ഞത്. അന്നേരം തന്നെ അദ്ദേഹം മരിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ മൃതദേഹം തമിഴ്നാട്ടിലെ തന്നെ കന്യാകുമാരി ജില്ലയിലെ തന്നെ മെഡിക്കൽ കോളേജിൽ സൂക്ഷിച്ചിരിക്കുകയാണ്. നാളെ മാത്രമേ നാട്ടിലേക്ക് എത്തിക്കുകയുള്ളൂ എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും ഒരു ഹ്യൂണ്ടായി ഷോറൂമിൽ, തിരുവനന്തപുരം ജില്ലയിലെ ഹ്യൂണ്ടായി ഷോറൂമിൽ വർക്ക് ചെയ്യുന്ന 6 അംഗ സംഘമാണ് ഇന്ന് അവധി ദിവസമായതുകൊണ്ട് തന്നെ അത് ആഘോഷിക്കുന്നതിനായി കന്യാകുമാരിയിലേക്ക് ഒരു വിനോദയാത്രയ്ക്ക് പോയത്. അതിനിടയിലാണ് നിർഭാഗ്യകരമായ സംഭവം ഉണ്ടാകുന്നത്. മേഘ്ന മുരളി തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ നൽകുകയായിരുന്നു. കോഴിക്കോട് കോടഞ്ചേരിയിൽ നിന്നും ഒരു അപകട വാർത്ത വരുന്നുണ്ട്. അവിടെ പതങ്കയത്ത് യുവാവ് മുങ്ങി മരിച്ചു. കുന്നമംഗലം NIT വിദ്യാർത്ഥിയാണ് മരിച്ചത്. സ്വകാര്യ വൈദ്യുതി നിലയത്തിന്റെ ചെക്ക് ഡാമിലാണ് അപകടമുണ്ടായത്. സമീർ C. മുഹമ്മദ് വിവരങ്ങളുമായി ചേരുന്നുണ്ട് കോഴിക്കോട്ട് നിന്ന്. സമീർ, വിവരങ്ങൾ. സമീർ. ശ്രീജിത്ത് സൂചിപ്പിച്ചതുപോലെ തന്നെ ദുഃഖകരമായ മറ്റൊരു വാർത്തയാണ് നമുക്കിപ്പോൾ പങ്കുവെക്കാനുള്ളത്. ഒരു വിദ്യാർത്ഥി മുങ്ങി മരിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. കോഴിക്കോട് NITയുടെ വിദ്യാർത്ഥിയാണ്. ആന്ധ്ര സ്വദേശിയായിട്ടുള്ള ദ്രവ്യൻ എന്ന 21-കാരനാണ് മുങ്ങി മരിച്ചിരിക്കുന്നത്. ഇന്ന് അവധി ദിനമാണ്. അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികളെല്ലാം വിവിധയിടങ്ങളിൽ ആഘോഷത്തിലൊക്കെയായിരുന്നു. അതിൻ്റെ ഭാഗമായിക്കൊണ്ടാണ് ഈ വിദ്യാർത്ഥിയും അതുപോലെ തന്നെ സുഹൃത്തുക്കളും പതങ്കയത്തെത്തി അവിടെയുള്ള ഒരു സ്വകാര്യ വ്യക്തിയുടെ ഭാഗമായിട്ടുള്ള സ്വകാര്യ സ്ഥാപനത്തിൻ്റെ വൈദ്യുതി നിലയത്തിൻ്റെ ഒരു ചെക്ക് ഡാമുണ്ട്. ആ ചെക്ക് ഡാമിലെ വെള്ളത്തിലായിരുന്നു സുഹൃത്തുക്കൾക്കൊപ്പം കുളിച്ചിരുന്നത്. അതിനിടയിലാണ് മുങ്ങിപ്പോവുകയും പിന്നീട് ഈ അപകടത്തെ തുടർന്ന് അവിടെയുള്ള സന്നദ്ധ പ്രവർത്തകരും അതുപോലെ മുക്കം ഫയർഫോഴ്സും ഉൾപ്പെടെയുള്ളവർ എത്തിക്കൊണ്ട് രക്ഷാപ്രവർത്തനം നടത്തി. പക്ഷേ ആശുപത്രിയിലേക്ക് എത്തിയതിന് മുമ്പ് തന്നെ മരണം സംഭവിച്ചു. ഇപ്പോൾ മൃതദേഹം കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ സൂക്ഷിച്ചിരിക്കുകയാണ്. ശ്രീജിത്ത്. സമീർ C. മുഹമ്മദ് വിവരങ്ങൾ നൽകുകയായിരുന്നു കോഴിക്കോട്ട് നിന്ന്. പത്തനംതിട്ട കോന്നി ആനക്കൂട്ടിലെ കോൺക്രീറ്റ് തൂൺ ഇളകി വീണ് 4 വയസ്സുകാരന് ദാരുണാന്ത്യം. അടൂർ കടമ്പനാട് അജി ഷാരി ദമ്പതികളുടെ ഏകമകൻ അഭിരാമാണ് മരിച്ചത്. അപകടത്തിൽ വനമന്ത്രി AK ശശീന്ദ്രൻ റിപ്പോർട്ട് തേടി. ഉച്ചയ്ക്ക് 12 മണിയോടെയായിരുന്നു അപകടം. അമ്മയ്ക്കും ബന്ധുക്കൾക്കൊപ്പമാണ് 4 വയസ്സുകാരൻ അഭിറാം ആനക്കൂട്ടിലെത്തിയത്. ആനക്കൂട് സൗന്ദര്യവൽക്കരണത്തിന്റെ ഭാഗമായി സ്ഥാപിച്ച കോൺക്രീറ്റ് തൂണിന് സമീപം നിന്ന് കളിക്കുകയായിരുന്നു അഭിറാം. തൂണിൽ പിടിച്ച് ഫോട്ടോ എടുക്കാൻ ശ്രമിക്കുന്നതിനിടയിൽ തൂണ് മറിഞ്ഞ് അഭിറാമിന്റെ ദേഹത്ത് വീണു. 4 അടിയോളം ഉയരമുള്ള തൂണിന്റെ അടിയിൽ കുഞ്ഞ് അകപ്പെട്ടു. തുടർന്ന് നാട്ടുകാരും വനം വകുപ്പ് ജീവനക്കാരും ചേർന്ന് അഭിറാമിനെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. അവനെ എങ്ങനെ പിടിച്ച്, ഞങ്ങൾ അതിനകത്ത് പിടിച്ചിട്ടൊന്നുമില്ല. ഞങ്ങൾ ഇനി മാറി നിൽക്കുമായിരുന്നു. ഇല്ലില്ല, ഞാൻ ഒത്തിരി ദൂരെയാണ്. ഞാൻ അന്നേരം ആ കുഞ്ഞിൻ്റെ അയ്യോ കുഞ്ഞെന്ന് പറഞ്ഞ് എടുത്തുകൊണ്ട് വന്നപ്പോഴാണ് ഞാൻ കയറി എടുത്തുകൊണ്ട് അങ്ങനെ ഫസ്റ്റ് അടിയിലോട്ട് ഓടിപ്പോയേ. അപകടത്തെ തുടർന്ന് ആനക്കൂട് താൽക്കാലികമായി അടച്ചു. അപകടത്തിൽ വനമന്ത്രി റിപ്പോർട്ട് തേടി. സംഭവത്തിൽ ഉദ്യോഗസ്ഥർക്ക് ഗുരുതര വീഴ്ച സംഭവിച്ചെന്നും കർശന നടപടി വേണമെന്നും കോന്നി MLA KU ജുനീഷ് കുമാർ. ഒരു തരത്തിലും ന്യായീകരിക്കാൻ കഴിയുന്ന വീഴ്ചയല്ല കോന്നി ആനക്കൂട്ടിൽ സുരക്ഷാ ജീവനക്കാരായിട്ടുള്ള ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർക്ക് ഉണ്ടായിട്ടുള്ളത്. അവിടെ ഇങ്ങനെ ഒരു അപകട സാധ്യത അവർക്ക് മുൻകൂട്ടി കാണുവാൻ കഴിയണമായിരുന്നു.
ഇത് പറയുമ്പോൾ 5 ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർക്കാണ് സുരക്ഷാ ചുമതല അവിടെ ഉണ്ടായിരുന്നത്. അവർ ആ കാര്യത്തിൽ ഗുരുതരമായ കൃത്യവിലോപം നടത്തിയിട്ടുണ്ട് എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. തൂണുകളുടെ കാലപ്പഴക്കമാണ് അപകട കാരണമെന്നാണ് വനം വകുപ്പിന്റെ പ്രാഥമിക വിലയിരുത്തൽ. അഭിറാമിന്റെ മൃതദേഹം പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാക്കി ബന്ധുക്കൾക്ക് വിട്ടു നൽകും. വിദേശത്തുള്ള പിതാവ് എത്തിയതിനു ശേഷമായിരിക്കും സംസ്കാരം. 24 പത്തനംതിട്ട. കണ്ണൂർ സർവകലാശാല നടത്തിയ BCA 6ാം സെമസ്റ്റർ പരീക്ഷാ ചോദ്യപേപ്പർ ചോർന്നു. കഴിഞ്ഞ മാസം 18 മുതൽ ഏപ്രിൽ 2 വരെ നടത്തിയ പരീക്ഷകളുടെ ചോദ്യപേപ്പറുകൾ കാസർഗോഡ് പാലക്കുന്ന് ഗ്രീൻവുഡ് കോളേജിൽ നിന്നാണ് ചോർന്നതെന്ന് സർവകലാശാല കണ്ടെത്തി. പ്രിൻസിപ്പലിന് ഇമെയിൽ വഴി അയച്ച ചോദ്യപേപ്പർ വാട്സാപ്പിലൂടെ ചോർത്തിയെന്നാരോപിച്ച് സർവകലാശാല പോലീസിന് പരാതി നൽകിയിട്ടുണ്ട്. ഈ മാസം 2-ന് സെൽഫ് ഫിനാൻസിംഗ് സ്ഥാപനമായ ഗ്രീൻവുഡ് കോളേജിലെ പരീക്ഷാ ഹാളിൽ സർവകലാശാല സ്ക്വാഡ് നടത്തിയ പരിശോധനയിലാണ് ചോദ്യപേപ്പർ ചോർന്നതായി കണ്ടെത്തിയത്. വിദ്യാർത്ഥികളുടെ വാട്സാപ്പിൽ നിന്നാണ് ചോദ്യപേപ്പറിന്റെ ചിത്രങ്ങൾ കണ്ടെത്തിയത്. പരീക്ഷയുടെ 2 മണിക്കൂർ മുൻപ് പ്രിൻസിപ്പലിന്റെ ഇമെയിലിലേക്ക് അയച്ച ചോദ്യപേപ്പറാണ് ചോർന്നത്. പാസ്വേഡ് സഹിതം അയക്കുന്ന പേപ്പർ പ്രിൻസിപ്പലിന് മാത്രമാണ് തുറക്കാൻ അധികാരം. ഇത് പ്രിന്റ് ഔട്ട് എടുത്ത് വിദ്യാർത്ഥികൾക്ക് വിതരണം ചെയ്യണം. എന്നാൽ പരീക്ഷയ്ക്ക് മുൻപേ ചോദ്യപേപ്പറിന്റെ ചിത്രങ്ങൾ വിദ്യാർത്ഥികൾക്ക് വാട്സാപ്പിലൂടെ കിട്ടി. ഇതിനു പിന്നിൽ പ്രിൻസിപ്പൽ അടക്കമുള്ളവരെയാണ് സംശയിക്കുന്നത്. സർവകലാശാല കണ്ണൂർ കമ്മീഷണർക്കും ബേക്കൽ പോലീസിനും നൽകിയ പരാതിയിൽ അന്വേഷണം തുടങ്ങി. ആഭ്യന്തര അന്വേഷണത്തിന് സിൻഡിക്കേറ്റ് സബ് കമ്മിറ്റിയെയും സർവകലാശാല ചുമതലപ്പെടുത്തി. സബ് കമ്മിറ്റി ഗ്രീൻവുഡ് കോളേജിലെത്തി വിവരങ്ങൾ ശേഖരിച്ചു. സർവകലാശാലയ്ക്ക് ഉടൻ റിപ്പോർട്ട് നൽകും. ഗ്രീൻവുഡ് കോളേജ് പ്രിൻസിപ്പലിനെതിരെ ക്രിമിനൽ കേസെടുക്കണമെന്നും അഫിലിയേഷൻ റദ്ദാക്കണമെന്നും KSU ആവശ്യപ്പെട്ടു. പ്രിൻസിപ്പൽ അടക്കമുള്ള മുഴുവൻ ആളുകളുടെയും ഒത്താശയോട് കൂടിയിട്ടല്ലാതെ ഇത് നടക്കില്ല എന്നുള്ള കാര്യം വളരെ വ്യക്തമാക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു കാര്യത്തിൽ പ്രിൻസിപ്പൽ അടക്കമുള്ള ഇതിന് ഉത്തരവാദികളായിട്ടുള്ള മുഴുവൻ ആളുകളെയും പോലീസ് അറസ്റ്റ് ചെയ്യണമെന്നുള്ള ഒരു നിലപാടാണ് KSU ജില്ലാ കമ്മിറ്റി ആവശ്യപ്പെടുന്നുള്ളത്. ചോദ്യപേപ്പർ ചോർച്ചയെ തുടർന്ന് കോളേജിലെ പരീക്ഷാ സെന്റർ സർവകലാശാല മാറ്റി. ബാക്കി പരീക്ഷകൾ കാസർഗോഡ് ഗവൺമെന്റ് കോളേജിലാണ് നടത്തിയത്. 24 കണ്ണൂർ. CPIM പാലക്കാട് ജില്ലാ സെക്രട്ടേറിയറ്റിലേക്ക് മത്സരം. ഔദ്യോഗിക പാനലിനെതിരെ മത്സരിച്ച PA ഗോകുൽദാസിന് ലഭിച്ചത് 7 വോട്ടുകൾ മാത്രം. മുൻ MLA VK ചന്ദ്രനെ സെക്രട്ടേറിയറ്റിൽ നിന്ന് ഒഴിവാക്കി 5 പുതുമുഖങ്ങളെ ഉൾപ്പെടുത്തിയാണ് ജില്ലാ സെക്രട്ടേറിയറ്റ് പുനഃസംഘടിപ്പിച്ചത്. 44 അംഗ ജില്ലാ കമ്മിറ്റിയിൽ 42 പേരാണ് ഇന്ന് പങ്കെടുത്തത്. ഔദ്യോഗിക പാനലിനെതിരെ മുതിർന്ന അംഗവും VS പക്ഷക്കാരനുമായ PA ഗോകുൽദാസ് മത്സരിച്ചു. ലഭിച്ചത് 7 വോട്ടുകൾ മാത്രം. മുണ്ടൂരിൽ നിന്നുള്ള ജില്ലാ കമ്മിറ്റി അംഗവും മുൻ MLAയുമായിരുന്ന VK ചന്ദ്രനെ സെക്രട്ടേറിയറ്റിൽ നിന്ന് ഒഴിവാക്കി. തൃത്താല കേന്ദ്രീകരിച്ച് വിഭാഗീയ പ്രവർത്തനങ്ങൾ നടത്തിയതിന് VK ചന്ദ്രൻ നടപടി നേരിട്ടിരുന്നു. PK ശശി വിഭാഗക്കാരനെന്ന വിമർശനവും ജില്ലാ സെക്രട്ടേറിയറ്റിൽ നിന്ന് VK ചന്ദ്രന് പുറത്തേക്കുള്ള വഴി തുറന്നു. 5 പുതുമുഖങ്ങളെ ഉൾപ്പെടുത്തിയാണ് 11 അംഗ ജില്ലാ സെക്രട്ടേറിയറ്റ് പുനഃസംഘടിപ്പിച്ചത്. MR മുരളി, K പ്രേംകുമാർ MLA, സുബൈദ ഇസ്ഹാഖ്, പൊന്നുക്കുട്ടൻ, TK നൌഷാദ് എന്നിവരാണ് സെക്രട്ടേറിയറ്റിലെ പുതുമുഖങ്ങൾ. 24 പാലക്കാട്. KK രാഗേഷിനെ അഭിനന്ദിച്ചുള്ള കുറിപ്പിൽ ദിവ്യ SIR IASനെതിരെ യൂത്ത് കോൺഗ്രസ് പരാതി നൽകി. ചീഫ് സെക്രട്ടറിക്കാണ് പരാതി നൽകിയത്. സംഭവത്തിൽ വിവാദം തുടരവെ വിമർശനങ്ങൾക്ക് മറുപടിയുമായി ദിവ്യ SIR രംഗത്തെത്തി. ബോധ്യമുള്ളപ്പോൾ സ്നേഹാദരവ് അർപ്പിക്കുന്നത് അന്നും ഇന്നും ഒരു പതിവാണ്. അത് പതയല്ല, എൻ്റെ ജീവിതപാതയാണെന്നും ദിവ്യ SIR ഇൻസ്റ്റഗ്രാമിൽ കുറിച്ചു. അഭിപ്രായം സ്വാഭാവികമെന്നും K മുരളീധരൻ ഭാഷ സൂക്ഷിക്കണമെന്നും CPIM നേതാവ് AK ബാലൻ പ്രതികരിച്ചു. CPIM കണ്ണൂർ ജില്ലാ സെക്രട്ടറിയായി തെരഞ്ഞെടുത്ത മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി KK രാഗേഷിനെ പുകഴ്ത്തിയ സംഭവത്തിൽ ദിവ്യയ്ക്കെതിരെ കൂടുതൽ പരാതികൾ. RYFന് പിന്നാലെ യൂത്ത് കോൺഗ്രസും പരാതിയുമായി രംഗത്തെത്തി. യൂത്ത് കോൺഗ്രസ് കണ്ണൂർ ജില്ലാ പ്രസിഡന്റ് വിജിൽ മോഹനാണ് ചീഫ് സെക്രട്ടറിക്കും കേന്ദ്ര പൊതുജന പരാതി പരിഹാര ഡയറക്ടർക്കും പരാതി നൽകിയത്. IAS ഉദ്യോഗസ്ഥരുടെ പെരുമാറ്റച്ചട്ടത്തിന് വിരുദ്ധമായി പ്രവർത്തിച്ചെന്നാണ് ആരോപണം. K മുരളീധരനും യൂത്ത് കോൺഗ്രസ് നേതാക്കളുമടക്കം രൂക്ഷ വിമർശനവുമായി രംഗത്തെത്തിയതിന് പിന്നാലെ ഭർത്താവും കോൺഗ്രസ് നേതാവുമായ ശബരിനാഥനും ദിവ്യയെ തള്ളി. ഇതിന് പിന്നാലെയാണ് ദിവ്യ തന്നെ മറുപടിയുമായി രംഗത്തെത്തിയത്. മഴ പെയ്തു കഴിഞ്ഞ് മരം പെയ്യുന്ന പോലെ എവിടെയൊക്കെയോ ചിലമ്പുന്നതും പുലമ്പുന്നതും കേൾക്കുന്നുണ്ടെന്നും ബോധ്യമുള്ളപ്പോൾ സ്നേഹാദരവ് അർപ്പിക്കുന്നത് അന്നും ഇന്നും ഒരു പതിവാണെന്നും ദിവ്യ ഇൻസ്റ്റഗ്രാമിൽ കുറിച്ചു. ദിവ്യ SIRയെ പിന്തുണച്ചും K മുരളീധരനെ വിമർശിച്ചും AK ബാലൻ രംഗത്തെത്തി. വടക്കൻ പാട്ടുകളിലെ ഉണ്ണിയാർച്ചയാണ് ഞാൻ ഓർക്കുന്നത്. ഒരു ബ്യൂറോക്രസിയിലെ ഒരു ഉണ്ണിയാർച്ചയായി ദിവ്യ നായർ മാറിക്കഴിഞ്ഞു. അയ്യർ അവരങ്ങനെ തകർക്കാൻ കഴിയില്ല. അവരവർ ചിന്തിക്കേണ്ട കാര്യങ്ങളെന്നായിരുന്നു
കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തലയുടെ പ്രതികരണം. അതിനെപ്പറ്റി ഞാൻ പ്രതികരിക്കുന്നില്ല, എനിക്ക് പ്രതികരണമില്ല. അതിൽ അവരവർ മനസ്സിലാക്കേണ്ട കാര്യങ്ങളാണ്. കർണന് പോലും അസൂയ തോന്നുന്ന KKR കവചമെന്നായിരുന്നു മുഖ്യമന്ത്രിക്കൊപ്പമുള്ള രാഗേഷിന്റെ ചിത്രം പങ്കുവെച്ചുകൊണ്ട് ദിവ്യ എസ് അയ്യരുടെ പോസ്റ്റ്. 24 തിരുവനന്തപുരം. തിരുവനന്തപുരം ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രത്തിന് മുന്നിലെ റോഡിന് RSS സ്ഥാപകൻ ഹെഡ്ഗേവാറിന്റെ പേര് നൽകിയതിനെ പിന്തുണച്ചത് കോൺഗ്രസും മുസ്ലിം ലീഗുമാണെന്ന BJP നേതാവ് MS കുമാറിന്റെ ആരോപണം ശരിവെച്ച് CPIM. MS കുമാർ പറഞ്ഞത് ശരിയെന്ന് 1992-93 കാലത്ത് തിരുവനന്തപുരം നഗരസഭാ CPIM കൗൺസിലറും മുൻ മേയറുമായ JN ബാബു പറഞ്ഞു. നഗരസഭാ രേഖകളിൽ ഇപ്പോഴും റോഡിന് ഹെഡ്ഗേവാർ എന്നാണ് പേര്. തിരുവനന്തപുരം ഫോർട്ട് ഹൈസ്കൂൾ മുതൽ വാഴപ്പള്ളി ജംഗ്ഷൻ വരെയുള്ള റോഡിന്റെ പേര് ഹെഡ്ഗേവാർ റോഡ് എന്നാണ് BJP നേതാവ് MS കുമാറിന്റെ അവകാശവാദം. 1992-93 കാലത്ത് നഗരസഭയിൽ താനാണ് റോഡിന് ഹെഡ്ഗേവാർ എന്ന പേര് നൽകണമെന്ന പ്രമേയം അവതരിപ്പിച്ചത്. പേരിടൽ പ്രമേയത്തെ പിന്തുണച്ചത് കോൺഗ്രസും മുസ്ലിം ലീഗുമെന്നും BJP നേതാവ് MS കുമാർ 24നോട് പറഞ്ഞു. LDFന്റെ എതിർപ്പിനെ അവഗണിച്ചായിരുന്നു പ്രമേയം പാസാക്കിയതെന്നും MS കുമാർ. അതായത് 32 വർഷങ്ങൾക്ക് മുമ്പ്, ശരിക്കും പറഞ്ഞാൽ 1992 ഇങ്ങനൊരു പ്രമേയം ഞാൻ അവതരിപ്പിച്ച് കൗൺസിൽ അംഗീകരിച്ചിട്ടുണ്ട്. അതായത് പത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെ പടിഞ്ഞാറേ നടയിലെ മുമ്പിലുള്ള റോഡ് ഫോർട്ട് ഹൈസ്കൂൾ മുതൽ നമ്മുടെ വാഴപ്പള്ളി ജംഗ്ഷൻ വരെയുള്ള ആ റോഡിന് ഡോക്ടർ ഹെഡ്ഗേവാർ റോഡെന്ന് നാമകരണം ചെയ്ത് ബോർഡ് സ്ഥാപിക്കണം എന്നുള്ളതിൻ്റെ പ്രമേയം അംഗീകരിച്ചിട്ടുണ്ട്. ഇതൊക്കെ ചുമ്മാ ഒരു ഷോ കാണിക്കുന്നതല്ലേ. ഇപ്പോൾ ഡോക്ടർ ഹെഡ്ഗേവാർ അവർക്ക് രാഷ്ട്രീയമായി വിയോജിപ്പുണ്ടാകാം, പക്ഷേ നേതാക്കളെ നമ്മളെല്ലാവരും എല്ലാ പാർട്ടിയിലെ നേതാക്കളെ ആദരിക്കുന്നില്ല. BK നായനാർ പാർക്ക് എന്ന് പറഞ്ഞ് പുത്തിരിക്കണ്ട മൈതാനത്ത് പേരിട്ടപ്പോൾ ഞങ്ങളത് നിർത്തില്ലല്ലോ. വാദം ശരിയെന്ന് അന്നത്തെ CPIM കൗൺസിലറായ JN ബാബു പറഞ്ഞു. 1988 അധികാരത്തിൽ വന്ന കൗൺസിലാണ്. അന്ന് 50 അംഗങ്ങളേ ഉള്ളൂ. അതിൽ 88 ആദ്യത്തെ മേയർ ഞാനായിരുന്നു. MS കുമാറിൻ്റെ ഈ പ്രമേയം വന്നത്, ഈ പ്രമേയത്തെ CPM ശക്തിയായിട്ട് എതിർത്തു. പക്ഷേ അവർക്ക് അന്ന് ഭൂരിപക്ഷം ഉണ്ടായിരുന്നു. അതിൽ BJPയും കോൺഗ്രസിൻ്റെ സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗമായിട്ടുള്ള വാഴോട്ടുകോടൻ രവിയായിരുന്നു ലീഡർ. BJP ലീഗിൻ്റെ ലീഡർമാരുമെല്ലാം ഒന്നിച്ച് അന്നത്തെ മേയറുടെ നേതൃത്വത്തിൽ അവർ ഭൂരിപക്ഷം നൽകി വിജയിപ്പിച്ച മേയറുടെ നേതൃത്വത്തിലാണ് പ്രമേയം അവതരിപ്പിച്ചെടുത്തത്. നഗരസഭാ രേഖകളിൽ ഇപ്പോഴും റോഡിന് ഹെഡ്ഗേവാർ റോഡ് എന്നാണ് പേര്. എന്നാൽ റോഡ് വികസിപ്പിച്ചതോടെ സൂചനാ ബോർഡുകൾ ഉൾപ്പെടെ അപ്രത്യക്ഷമായി. 24 തിരുവനന്തപുരം. യേശുക്രിസ്തുവിന്റെ പീഠാനുഭവത്തിന്റെയും കുരിശുമരണത്തിന്റെയും സ്മരണ പുതുക്കി ക്രൈസ്തവർ ദുഃഖവെള്ളി ആചരിക്കുന്നു. ദേവാലയങ്ങളിൽ കുരിശിന്റെ വഴിയും പ്രത്യേക പ്രാർത്ഥനാ ചടങ്ങുകളും നടന്നു. മുനമ്പം, ലഹരി, വന്യജീവി ആക്രമണം തുടങ്ങിയ വിഷയങ്ങൾ സൂചിപ്പിച്ചായിരുന്നു മതമേലധ്യക്ഷന്മാരുടെ ദുഃഖവെള്ളി സന്ദേശം. ഗാഗുൽത്താമലയിൽ നിന്നും വിലാപത്തിൻ മാറ്റൊലി കേൾപ്പൂ. മനുഷ്യകുലത്തിന്റെ പാപം ചുമലിലേറ്റി യേശുക്രിസ്തു കുരിശിലേറിയെന്നാണ് വിശ്വാസം. അനന്തമായ സ്നേഹത്തിന്റെയും സഹനത്തിന്റെയും സന്ദേശം പകർന്ന വിശുദ്ധ ദിനം. പീഡാനുഭവത്തിന്റെയും കുരിശുമരണത്തിന്റെയും ഓർമ്മ പുതുക്കി ക്രൈസ്തവ ലോകം ദുഃഖവെള്ളിയുടെ സന്ദേശം പങ്കിടുകയാണ്. ദേവാലയങ്ങളിൽ കുരിശിന്റെ വഴി പ്രദക്ഷിണവും പ്രത്യേക പ്രാർത്ഥനകളും നടന്നു. എറണാകുളം ക്യൂൻ മേരീസ് ദേവാലയത്തിലെ ശുശ്രൂഷകൾക്ക് സീറോ മലബാർ സഭാധ്യക്ഷൻ മേജർ ആർച്ച് ബിഷപ്പ് റഫേൽ തട്ടിൽ നേതൃത്വം നൽകി. കോഴിക്കോട് ദേവമാതാ കത്തീഡ്രലിൽ നിന്നുള്ള കുരിശിന്റെ വഴിക്ക് ലത്തീൻ അതിരൂപത ആർച്ച് ബിഷപ്പ് ഡോക്ടർ വർഗീസ് ചക്കാലക്കൽ നേതൃത്വം നൽകി. തിരുവനന്തപുരം പാളയം സെന്റ് ജോസഫ് പള്ളിക്ക് മുന്നിൽ നിന്നുള്ള സംയുക്ത കുരിശിന്റെ വഴി ചടങ്ങുകൾക്ക് ലത്തീൻ അതിരൂപത ആർച്ച് ബിഷപ്പ് തോമസ് ജെ നെറ്റോയും സീറോ മലങ്കര സഭാധ്യക്ഷൻ മേജർ ആർച്ച് ബിഷപ്പ് കർദിനാൾ ബസൂലിയസ് മാർ ക്ലിമീസും സന്ദേശം നൽകി. വന്യമൃഗങ്ങളുടെ ആക്രമണത്തിന് ഇരയാകുന്ന മലയോര ജനതയുടെ സുരക്ഷയ്ക്ക് വേണ്ടി പ്രതിഷേധവുമായി മുന്നോട്ട് വരുന്ന ആളുകൾ ഓണറേറിയവും വിരമിക്കൽ ആനുകൂല്യങ്ങളും ആവശ്യപ്പെട്ട് നിരാഹാര സമരം നടത്തുന്ന ആശാപ്രവർത്തകർ, ഇവരോടൊപ്പം ചേരാനും ഇവർക്ക് വേണ്ടി പ്രവർത്തിക്കുവാനും നമുക്ക് സാധിക്കുമോ? ബുദ്ധി നശിച്ചുപോയ, ഒന്നിനോടും പ്രതികരിക്കുവാൻ ശേഷിയില്ലാത്ത ഒരു തലമുറയെ അവശേഷിപ്പിക്കുന്നതിന് ഗൂഢസംഘങ്ങൾ ലഹരിയുമായി നമ്മുടെ വീടിന്റെ മുൻപിലും കലാലയങ്ങളുടെ മുൻപിലും പൊതുസ്ഥലത്തും അഴിഞ്ഞാടുമ്പോൾ ക്രൂശ് ഉയർത്തി നമുക്ക് പറയാം. കോട്ടയം മണർക്കാട് മാർത്തമറിയം പള്ളിയിൽ ദുഃഖവെള്ളി ശുശ്രൂഷകൾക്ക് യാക്കോബായ സുറിയാനി സഭാധ്യക്ഷൻ ബസൂലിയസ് ജോസഫ് കാതോലിക്ക ബാവ മുഖ്യ കാർമ്മികത്വം വഹിച്ചു.
കോട്ടയം വാഴൂർ സെന്റ് പീറ്റേഴ്സ് പള്ളിയിൽ ഓർത്തഡോക്സ് സഭാധ്യക്ഷൻ ബസൂലിയസ് മാർത്തോമ മാത്യൂസ് തൃതീയൻ കാതോലിക്ക ബാവയും ശുശ്രൂഷകൾ നൽകി. മലയാറ്റൂർ ഉൾപ്പെടെയുള്ള തീർത്ഥാടന കേന്ദ്രങ്ങളിലേക്ക് ആയിരക്കണക്കിന് വിശ്വാസികളാണ് ഒഴുകിയെത്തിയത്. ന്യൂസ് ഡെസ്ക് 24. തൊടുപുഴ തുമ്മൻകുത്തിൽ വനവകുപ്പ് കുരിശ് പൊളിച്ച സ്ഥലത്ത് കുരിശിന്റെ വഴിയുമായി വിശ്വാസികളെ വനവകുപ്പും പോലീസും തടഞ്ഞു. 500ഓളം വിശ്വാസികളാണ് കുരിശിന്റെ വഴിയുമായി തർക്കസ്ഥലത്തേക്ക് എത്തിയത്. വനഭൂമിയിൽ അതിക്രമിച്ചു കയറിയതിന് നിയമ നടപടി ഉണ്ടാകുമെന്ന് വനവകുപ്പ് അറിയിച്ചു. നമ്മൾ ഓൾറെഡി ഒരു കേസ് കളി റേഞ്ചിൽ എടുത്തിട്ടുണ്ട്. ആ കേസിന്റെ പ്രകാരം നമുക്ക് ഡയറക്ഷൻ ഉണ്ട്, ഇത് അനുവദിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് അകത്തേക്ക് കയറാൻ പറ്റില്ല. നമുക്ക് ഇവിടെ വെച്ച് തർക്കിച്ച് ചെയ്യാനാണ് കുരിശിന്റെ വഴിയുടെ ഭാഗമായ സമാപന സ്ഥാനത്ത് 40-ാം വെള്ളി ദിവസം വിശ്വാസികൾ സ്ഥാപിച്ച കുരിശ് വനംവകുപ്പ് പൊളിച്ച സ്ഥലത്താണ് ഇന്ന് പ്രാർത്ഥന നടന്നത്. തൊമ്മൻകുത്ത് സെന്റ് തോമസ് പള്ളിയിൽ രാവിലെ നടന്ന ദുഃഖവെള്ളി ചടങ്ങുകൾക്ക് ശേഷം വിശ്വാസികൾ കുരിശിന്റെ വഴിയുമായി ഇറങ്ങി. എന്നാൽ തൊടുപുഴ റിസർവ് ഫോറസ്റ്റിന്റെ ഭാഗമായ സ്ഥലത്ത് പ്രവേശിക്കാൻ അനുവദിക്കില്ലെന്ന് പറഞ്ഞ് വിശ്വാസികളെ വനംവകുപ്പും പോലീസും തടഞ്ഞു. വലയം ഭേദിച്ച് അകത്തു കയറി വിശ്വാസികൾ കുരിശ് പൊളിച്ച സ്ഥലത്ത് പ്രാർത്ഥന നടത്തി. ഞങ്ങൾ അതിന്റെ നിയമപരമായ വശങ്ങളൊക്കെ നോക്കി വേണ്ടപോലെ ചെയ്യും. വനംവകുപ്പ് മനഃപൂർവ്വം വിഷയം ഉണ്ടാക്കുന്ന വനംവകുപ്പ് ഇവിടെ മനഃപൂർവ്വം ഇത് കൃഷിഭൂമിയാണ്. 70-72 കാലഘട്ടത്തിൽ അതിനു മുൻപ് തന്നെ ഇവിടെ ആൾക്കാർ താമസിച്ചുകൊണ്ട് സ്ഥലമാണ്. ഇവിടെ നിന്ന് 1 കിലോമീറ്റർ അകലെയാണ് ജെണ്ട ഇട്ടേക്കുന്നത്. ജെണ്ട ഇട്ടേക്കുന്നത് ഫോറസ്റ്റുകാരുടെ കൺസെപ്ഷൻ എന്ന് പറഞ്ഞാൽ ജെണ്ട ഇട്ടുക എന്ന് പറഞ്ഞാൽ വനഭൂമിയും കൃഷിഭൂമിയും തമ്മിൽ തിരിക്കുന്ന ഒരു അതിരായിട്ടാണ് നമ്മളെല്ലാം നമ്മൾ അതുപോലെ ലോകം മുഴുവൻ മനസ്സിലാക്കുന്നത്. വനഭൂമിയിൽ അതിക്രമിച്ച് കയറിയതിന് നിയമ നടപടി ഉണ്ടാകുമെന്ന് വനം വകുപ്പ്. ഇത് തൊടുപുഴ റിസർവ്പ്പെട്ട കാളിയാർ റേഞ്ചിലെ സ്ഥലമാണ് ഇത്. അപ്പോൾ ഇപ്പോഴും റിസർവ് നോട്ടിഫിക്കേഷൻ പ്രകാരം കാളിയാർ റേഞ്ചിലെ നടുവക്കാട് സെക്ഷനിൽ വരുന്ന സ്ഥലം. അപ്പോൾ അത് പ്രകാരം ഇത് അനധികമായി പ്രവേശിച്ച് കുരിശ് സ്ഥാപിച്ചു എന്നുള്ളത് എൻക്രോച്ച്മെന്റ്, പക്ക എൻക്രോച്ച്മെന്റ് ആണ്. അത് പ്രകാരമാണ് നമ്മൾ കുരിശ് റിമൂവ് ചെയ്തത്. കേസ് രജിസ്റ്റർ ചെയ്തത് നടുവക്കാട് സെക്ഷനിൽ 2020 നമ്പറായിട്ട് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ബാക്കിയുള്ള നിയമ നടപടികൾ നമ്മൾ സ്വീകരിക്കാം. ഓൾറെഡി ഹൈക്കോടതി ജഡ്ജ്മെന്റ് നിലവിലുള്ളതാണ്. വിശുദ്ധ വാരത്തിന് ശേഷം വീണ്ടും കുരിശ് സ്ഥാപിക്കും എന്നാണ് വിശ്വാസികൾ പറയുന്നത്. 24 ഇടുക്കി. നോക്കാം കാലാവസ്ഥാ റിപ്പോർട്ട്. ഇപ്പോഴത്തെ കാലാവസ്ഥ സമർപ്പിക്കുന്നത് ബർജർ പെയിന്റ്സ് 100 years of trust. ലോട്ടറി ക്ഷേമനിധി ബോർഡിൽ കോടികളുടെ തട്ടിപ്പ് നടത്തിയ ക്ലർക്ക് കെ സംഗീത് ലോട്ടറി ഡയറക്ടറേറ്റിലും സമാന തട്ടിപ്പ് നടത്തിയതായി കണ്ടെത്തൽ. ലോട്ടറി വകുപ്പ് ഡെപ്യൂട്ടി ഡയറക്ടറുടെ വ്യാജ ഒപ്പ് ചെക്കിൽ രേഖപ്പെടുത്തിയായിരുന്നു തട്ടിപ്പ്. അന്വേഷണം തുടങ്ങിയതോടെ പ്രതി മാനസികാരോഗ്യ കേന്ദ്രത്തിൽ ചികിത്സ തേടി. തട്ടിപ്പ് വീരനാണ് ആറ്റിങ്ങൽ മാമം സ്വദേശി കെ സംഗീത് എന്നാണ് വിജിലൻസിന്റെ ഇതുവരെയുള്ള അന്വേഷണത്തിലെ കണ്ടെത്തൽ. 2018-19 വർഷം ലോട്ടറി ക്ഷേമനിധി ബോർഡിൽ കോടികളുടെ തട്ടിപ്പ് നടത്തിയ ശേഷം ഡയറക്ടറേറ്റിലെത്തിയ പ്രതി അവിടെയും സമാന തട്ടിപ്പ് നടത്തി. ലോട്ടറി ഡയറക്ടറുടെ ചുമതല വഹിച്ചിരുന്ന ഡെപ്യൂട്ടി ഡയറക്ടറുടെ കള്ള ഒപ്പിട്ട് ചെക്ക് മാറി. അന്വേഷണം വന്നാൽ പിടിക്കപ്പെടാതിരിക്കാൻ ഈ ഫയലുകൾ നശിപ്പിച്ചു. ജീവനക്കാരുടെ സഹതാപം പിടിച്ചുപറ്റാൻ ക്യാൻസർ രോഗിയായി അഭിനയിച്ചെന്നും ആഭ്യന്തര അന്വേഷണത്തിൽ ഇത് വ്യാജമാണെന്ന് കണ്ടെത്തുകയും ചെയ്തെന്ന് വിജിലൻസ് പറഞ്ഞു. സ്ഥാനക്കയറ്റം ലഭിച്ചാൽ സ്ഥലം മാറ്റം കിട്ടുമെന്ന് കരുതി അതും വേണ്ടെന്ന് വെച്ചു. 6 മാസം കൂടുന്തോറും നടക്കുന്ന ലോക്കൽ ഫണ്ട് ഓഡിറ്റിൽ തട്ടിപ്പ് പിടിക്കപ്പെടാതിരിക്കാൻ ഫയലുകൾ തിരിമറി നടത്തി. ഓഫീസ് ഫയലുകൾ വീട്ടിൽ കൊണ്ടുപോകുന്നത് സംഗീതിന്റെ പതിവെന്നാണ് വിജിലൻസ് പറയുന്നത്. ഇങ്ങനെയും ഇയാൾ നിരവധി ഫയലുകൾ മുക്കിയതായും കണ്ടെത്തിയിട്ടുണ്ട്. ക്ലർക്കായ ഇയാൾ തിരുവനന്തപുരം സിറ്റിയിൽ 2 വീടുകൾ വാങ്ങിയെന്നും ഇത് അഴിമതിപ്പണം കൊണ്ടെന്നുമാണ് ആരോപണം. നിലവിൽ മാനസികാരോഗ്യ കേന്ദ്രത്തിൽ ചികിത്സയിലാണ് പ്രതി. ഇതും വ്യാജമാണോ എന്നാണ് വിജിലൻസ് പരിശോധിക്കുന്നത്. അതേസമയം ഒരു ക്ലർക്കിന് ഒറ്റയ്ക്ക് ഇത്ര വലിയ തട്ടിപ്പ് നടത്താനാകില്ലെന്നും കൂടുതൽ പേരുടെ പങ്കിനെക്കുറിച്ച് വിവിധ തലങ്ങളിൽ അന്വേഷണം നടക്കുന്നതായും ലോട്ടറി ക്ഷേമനിധി ബോർഡ് ചെയർമാൻ പറഞ്ഞു. ഇതിന് ചെയ്തിരിക്കുന്ന കുറ്റക്കാർ ആരായാലും തീർച്ചയായും അന്വേഷിച്ച് നിയമപരമായ നടപടി സ്വീകരിക്കണം. അതോടൊപ്പം പാവപ്പെട്ട ലോട്ടറി തൊഴിലാളികളെ കൊടുക്കേണ്ട വിവിധ ആനുകൂല്യങ്ങൾക്ക് വേണ്ടിയുള്ള തുകയാണ്
ഈ തുക പാവപ്പെട്ട ആളുകൾക്ക് വേണ്ടിയുണ്ടായിരുന്ന തുകയിൽ നിന്നും അടിച്ചു മാറ്റിയ ഉദ്യോഗസ്ഥരിൽ തന്നെ തിരിച്ചു പിടിച്ച് ബോർഡിൽ കൊണ്ടുവരിക എന്ന നിയമ നടപടിയും കൂടെ സ്വീകരിക്കണമെന്നാണ് ബോർഡ് ആവശ്യപ്പെട്ട് CEO എടുത്ത് നിർദ്ദേശം കൊടുത്തിട്ടുള്ളത്. അജീഷ് ജയകുമാർ, 24, തിരുവനന്തപുരം. ഈ റിപ്പോർട്ടോടെ പ്രൈം ടൈമിന്റെ സമയം പൂർത്തിയാവുകയാണ്. ഗുഡ് നൈറ്റ്.